നമസ്കാരം, മജീദാണ്. അപ്പോൾ ഇന്ന് വീടിൻ്റെ ടോപ്പ് തേക്കാണ്. അപ്പോൾ ഈ ടോപ്പ് തേക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തേക്കണ മുന്നേ ആദ്യം സ്ലാവിൻ്റെ മേലെ ഗ്രൗട്ട് പാരണം. അപ്പോൾ ഗ്രൗട്ട് ഉണ്ടാക്കുമ്പോൾ അതിക്ക് ഈ പശല്ലേ, ഈ പശയും കൂടി ചേർക്കണം. അപ്പോൾ ഈ പശയത്തെ ഇതാണ് ഇതിലേക്ക് പറഞ്ഞത് പശ. അപ്പം ഈ പശ ഇങ്ങോട്ട് വന്നാൽ മേശരി ഇത് കണ്ടില്ലേ, ഈ പശ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഗ്രൗട്ട് ആദ്യം ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണം. ഇത് കാണിച്ചു കൊടുത്താൽ ഇത് ഇങ്ങോട്ട് വേണം ക്യാമറ. അപ്പോൾ ഈ ഗ്രൗട്ടിന് ഇതാണ് പാരുക. ഇതാണ് പാർന്നിട്ട് നന്നാക്കിയിട്ട് കലക്കുക. ഇതേമാതിരി കലക്കിയാണ്ട് സ്ലാബ് കൊണ്ട് പാർന്ന് കഴിഞ്ഞാൽ ഒരു 15 കൊല്ലത്തിന് നിങ്ങളുടെ സ്ലാബ്, നിങ്ങളുടെ വീടിൻ്റെ മെയിൻ സ്ലാബിൽ ഒരു ലീക്ക് ഉണ്ടാവില്ല. അതാണ് ഈ പശൻ്റെ പ്രത്യേകത. അപ്പോൾ വീടിൻ്റെ പണി കൊടുക്കണ വീട്ടുകാർ നിങ്ങളെ ഓപ്പൺ ടെറസ് തേക്കുക വെച്ചാൽ ഇതേമാതിരി ചെയ്തോളൂ. ഓക്കെ, എന്നിട്ട് എന്താണ് ചെയ്യുക? ഇവിടെ ചൂല് 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 എന്നിട്ട് ഇതേമാതിരി എടുത്തുകാണ്ട് ഇതേമാതിരി പാരുക. ഇതേമാതിരി പാർന്നാണ്ട് ഈ ചൂലോട് അടിക്കും. ഇതേമാതിരി അടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ആ സിമെൻറ്റ് മിസ്സാക്കിയത് വെള്ളം പാർന്നാണ്ട് കൂട്ടിക്കാണ്ട് ഇതിൻ്റെ മേലെ ഇടുക. നല്ല രീതിയിൽ നിരത്തിക്കാണ്ട് വാട്ടറിൽ നിരത്തിക്കാണ്ട് തേച്ച് കഴിഞ്ഞാൽ സംഗതി സെറ്റാവും. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാവുന്ന നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യുള്ളൂ. ഇതാണ് നമ്മളെ ശിഷ്യന്മാർ ഉണ്ടല്ലേ, നൗഫൽ ആൻഡ് മേശരി. ഇതാണ് നമ്മളെ മെയിൻ മേശരി. മനുഷ്യന്മാരെ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഓരോ പണിക്കാരും പണിയെടുക്കുന്നത്. ഈ പെരൻ്റെ ആൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂലി തരും. പക്ഷേ കൂലി വെക്കാത്ത വേറെ പെരകൾ കണ്ടമാനുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഈ സൂര്യൻ്റെ ചുവട്ടിലാണ് പണിയെടുക്കുന്നത്. ദയവ് ചെയ്ത് കാണാണ്ട് പണിക്കൂലി ഒത്തിട്ടില്ലെങ്കിൽ പണിക്കൂലി കൊടുത്തോളൂ. കാരണം നബി പറഞ്ഞിരിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അറിയോ ഏന്ന് വെച്ചാൽ ഒരാൾ പണിക്ക് വിളിച്ചാൽ ആ പണിൻ്റെ ടൈമിൽ പണി നിർത്തിക്കാണ്ട് പോകുമ്പോൾ ആ നാട്ടിലെങ്ങനെ കൂലി, ആ കൂലി കൊടുക്കും വേണം. വേർപ്പ് പറ്റണ മുന്നേ ആ കൂലി കൊടുക്കാനാണ് നബി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടു. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിച്ചു പോയിട്ട് ആൾക്കാരാണ്. അപ്പോൾ വീണ്ടും പറയണേ, ഈ പെരൻ്റെ ആൾ ഞങ്ങൾക്ക് കൂലി വെച്ച് തരും. ഞാൻ ഒത്തിട്ടില്ലെങ്കിൽ കൂലി വെച്ച് തരാമെന്ന് ഈ പെരൻ്റെ ആൾ പറഞ്ഞിരിക്കണം. ഓക്കെ.